ധനുഷിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ഈ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്റ്റോറി ലൈൻ ആണെങ്കിലും നമ്മളെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പീറ്റർ ഹീനാണ്. വളരെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ അതിൻ്റെ കൂടെ തുഷാര വിജയനെ കൂടി പറയണം. പെങ്ങൾ വേറെ ലെവലാണ്. സെക്കൻഡ് ഹാഫിലൊക്കെ പെങ്ങൾ വേറെ ലെവലാണ്. ആൻഡ് DOP ചെയ്തിരിക്കുന്ന ഓം പ്രകാശ്. ഒരു രക്ഷയില്ല, ഓം പ്രകാശാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മ്യൂസിക് AR റഹ്മാന്റെ പൂന്തുളയാട്ടം. പുള്ളി അറിഞ്ഞ് ചെയ്ത വർക്ക്സ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. നല്ല വേറെ മാതിരി പുള്ളി ഇതിനകത്ത് സെഞ്ചിട്ടുണ്ട്. ഈ തുടക്കത്തിലേ ഉള്ള കുറച്ച് ഈ ഒരു സ്ലോ പേസിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇന്റർവെൽ ബ്ലോക്കോട് അനുബന്ധിച്ച് ഭയങ്കരമായിട്ട് പവറാണ്. ഇന്റർവെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു പവറാണ് സാധനം. ഈ പവറിലൊക്കെ പോകുന്നുണ്ട് സിനിമ പോകുന്നുണ്ടെങ്കിൽ പോലും. അതിനുശേഷം വരുന്ന മോട്ടീവ് എന്ന് പറയുന്നത് തീരെ കൺവിൻസിങ് അല്ല, അത്ര ഇമോഷണലി കണക്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഫോഴ്സ്ഡ് ആയിട്ട് ഒരു ശത്രുത ഉണ്ടാവണം എന്ന് വെച്ചിട്ട് ചുമ്മാ എഴുതി പിടിപ്പിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ക്ലൈമാക്സ് അതുപോലെ തന്നെ ഒരു ജമ്പിങ് ആയിരുന്നു. വലിയൊരു ക്ലൈമാക്സ് വേണം, ഒരു ഗ്രാൻഡിയർ ആയിട്ടുള്ള ഭയങ്കര വൈഡായിട്ടുള്ള വലിയ ക്യാൻവാസിലുള്ള ക്ലൈമാക്സ് വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ സാധനം എഴുതി വെച്ചിട്ട് അതിലേക്ക് ജമ്പ് ചെയ്ത പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്.